അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ വളരെ വിശദമായി പറഞ്ഞു തരാൻ മിസ്റ്റർ സുജിചന്ദ്രൻ ഉണ്ട് എനിക്കിപ്പം. സുജിചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നലത്തെ വാർത്തയുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുതിയ ശബ്ദരേഖ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത് ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്ത ആക്കിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ പത്രങ്ങൾ മാത്രമാണ്, അതായത് UDF മുഖപത്രങ്ങളായ ഒരുപക്ഷെ വീക്ഷണം അല്ലെങ്കിൽ ചന്ദ്രിക, മാധ്യമം, UDFിനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ മാത്രമാണ് അത് വാർത്തയാക്കാതിരുന്നത്. ബാക്കി എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്തയാണ്. പ്രധാന വാർത്തകളിലൊന്നാണ്, മുഖ്യ തലക്കെട്ട് പോലും ആക്കിയ പത്രങ്ങളുണ്ട്. ഒപ്പം ധർമ്മേന്ദ്രയുടെ ഇന്നലത്തെ വിടവാങ്ങൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം അദ്ദേഹത്തിന് ചേരുന്ന ഉചിതമായ യാത്രയയപ്പ് പത്രങ്ങൾ അക്ഷരം കൊണ്ട് നൽകിയിരിക്കുന്നു. ഓരോന്നായി നോക്കിയാൽ മാതൃഭൂമി എടുത്താൽ ഹം നഹി ഥോഡേങ്കെ, പിരിയില്ല പ്രിയ ഹീറോ എന്നുള്ള ഒരു തലക്കെട്ട്. മാതൃഭൂമിയുടെ ബാനർ ഹെഡിന് മീതെ ധർമ്മേന്ദ്രയുടെ തല ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു ലേഔട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ബോളിവുഡ് ചിത്രം ഷോലയിലെ വീരുവിനെ അനുസരണാക്കിയ ഇതിഹാസ താരം ധർമ്മേന്ദ്ര വിടവാങ്ങിയിരിക്കുന്നു എന്ന തരത്തിലാണ് ആ വാർത്ത. ബോളിവുഡിലെ ഹീമാൻ എന്ന് പറഞ്ഞ അതിനൊപ്പമുള്ള വാർത്താ ചിത്രം. ധർമ്മേന്ദ്രയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ വസതിയിലേക്ക് എത്തുന്ന നടൻ അമിതാഭ് ബച്ചനും ചെറുമകൻ അഗസ്ത്യാനന്ദയും. ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രമാണത്. ഷോലയും അഗസ്ത്യാനന്ദയുടെ ചിത്രത്തിലാണല്ലോ അദ്ദേഹം അവസാനം അഭിനയിച്ചത്. ആ രണ്ട് ചിത്രങ്ങൾക്കിടയിൽ ഒരു കാലം. അങ്ങനെ പഞ്ചാബിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ച ധർമ്മേന്ദ്ര എങ്ങനെയാണ് ബോളിവുഡിൻ്റെ ഇതിഹാസമായി മാറിയത് എന്നത് വളരെ വിശദമായി, ഉള്ളിലൊക്കെ നിറയെ പേജുകളിൽ സ്ക്രീൻ മാജിക്, അദ്ദേഹത്തിൻ്റെ വിവിധ കഥാപാത്രങ്ങളുടെ രേഖാചിത്രങ്ങൾ, അങ്ങനെയൊക്കെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ വാർത്തകളിലേക്കൊക്കെ വന്നാൽ തെളിഞ്ഞു എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാമത്തെ തലക്കെട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രമായി, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക്, മത്സര ചിത്രമായി. ഇന്നലെ ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കൂടി കഴിഞ്ഞതോടെ എത്ര പേരാണ് മുഴുവൻ ഇപ്പോൾ മത്സരരംഗത്ത് ഉള്ളത്? 2020 74,835 പേരായിരുന്നെങ്കിൽ ഈ വർഷം അത് 72,000 ചില്ലറ അതായത് എത്രയാണ്, 72,005 പേരാണ് ഇത്തവണയുള്ളത്. ഇതിൽ 38,556 പേർ സ്ത്രീകളാണ് എന്ന് തുടങ്ങി ട്രാൻസ്ജെൻഡർമാർ അടക്കം സ്ഥാനാർത്ഥികളുടെ കണക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 2 പേരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. എതിരില്ലാതെ 14 വാർഡുകളിൽ, അത് 15 ദേശാഭിമാനി പറയുന്നു. ഇടത് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തയൊക്കെ അടക്കം തെളിഞ്ഞു. അതായത് മത്സര ചിത്രം പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞു. ഇനി കൊട്ടിക്കലാശത്തിലേക്ക് കേരളം രാഷ്ട്രീയ കേരളം കത്തിക്കയറാൻ പോവുകയാണ്. താഴെ എത്യോപ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം. നമ്മൾ രാവിലെ മുതൽ ഗൗരവമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. വിമാനങ്ങൾ റദ്ദാക്കി, നിർദ്ദേശം ഇറക്കി DGCA. ചാരവും പുകയും ഇന്ത്യയിൽ വരെ എത്തി. എത്യോപ്യയിൽ 12,000 വർഷമായി നിദ്രയിലായിരുന്ന ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ചാരം കലർന്ന പുക ഏതാണ്ട് 4,000-ലേറെ കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലുമെത്തി. യമൻ, ഒമാൻ, പാകിസ്ഥാൻ എന്നിവയുടെ ആകാശവും ചാരവും പുകയും പടർന്നിരിക്കുകയാണ്. വിവിധ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. റദ്ദാക്കിയ വിമാനങ്ങളുടെ വിശദമായ കണക്കും പട്ടികയുമൊക്കെ നമ്മൾ വാർത്തകളിൽ ഇതിനു മുമ്പും നൽകുന്നുണ്ട്. പ്രസ് സ്റ്റോപ്പിന് ശേഷവും ഒരുപക്ഷെ ആ വാർത്ത നമ്മുടെ കാലാവസ്ഥാ റിപ്പോർട്ടുകൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഉണ്ടാവും. പിന്നെ നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബ്ദക്കുരുക്കിൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഹുലിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളും കാര്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ പേജിലാണ് മാതൃഭൂമി ആ വാർത്ത വിന്യസിച്ചിരിക്കുന്നത്. വിശദമായ വാർത്ത തന്നെയുണ്ട്. രാഹുലിനെതിരെ 6ാമത്തെ പേജിൽ ചാറ്റുകളും ശബ്ദരേഖയും വീണ്ടും പുറത്തു വന്നിരിക്കുന്നു എന്ന വാർത്ത പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരിക്കുന്നു. ലൈംഗികാരോപണത്തിലേർപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി വീണ്ടും ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്ന വാട്സാപ്പ് രേഖയാണ് പുറത്തു വന്നത്. എന്നാൽ ഇത് തൻ്റേതാണെന്നോ അല്ലെന്നോ പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല. എന്നോട് ചോദിക്കാതെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്ന് മറ്റുള്ള അദ്ദേഹം ജേർണലിസ്റ്റിക് എത്തിക്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഇന്നലെ പ്രതികരിച്ചത്. ഈ ശബ്ദം എൻ്റേതാണോ എന്ന് അദ്ദേഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് പലവട്ടം കാണുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർ ഇതിനു മുമ്പും ചോദിക്കുന്നുണ്ട്, ആ ശബ്ദം, ഇതുവരെ പുറത്തു വന്ന ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ വീണ്ടും കുരുക്കായി ഈ കൂടുതൽ ഗൗരവമായിട്ടുള്ള ഈ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ എന്നോട് ചോദിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു വിരോധാഭാസവും ഇതിനോട് ഒപ്പമുണ്ട്. മനോരമ എടുത്തു കഴിഞ്ഞാൽ മനോരമയിലും ഇനിയില്ല
ധർമ്മേന്ദ്രമായില്ല, ധർമ്മേന്ദ്രജാലം എന്നൊക്കെ ധർമ്മേന്ദ്രയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുണ്ട്. ഉൾപേജുകളിൽ 2 പേജ് നിറയെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലേക്ക് പോകാത്ത. ഷോലയിലെ നായകൻ പൊതുദർശനമില്ലാതെ സംസ്കാരം നടന്നു എന്ന് തുടങ്ങിയ വാർത്തയൊക്കെ തന്നെ. അതിലെ പ്രധാന വാർത്തയായി മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത് ഇന്ധന സർചാർജ് ഉയർന്ന പരിധി സർക്കാർ നീക്കി. ഒഴിവാക്കിയത് യൂണിറ്റിന് പരമാവധി 10 പൈസ എന്ന വ്യവസ്ഥ. അടുത്ത ഷോക്ക് നടപടി കടമെടുപ്പിനുള്ള കേന്ദ്ര വ്യവസ്ഥ പാലിക്കാൻ. അതായത് വൈദ്യുതി നിരക്ക് കൂട്ടാൻ വഴിയൊരുക്കുന്ന തരത്തിൽ ഇന്ധന സർചാർജ് യൂണിറ്റിന് പരമാവധി 10 പൈസ എന്ന പരിധി സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയാണ്. ഓരോ സമയത്തും പുറത്തുനിന്ന് KSEB അധികമായി വാങ്ങുന്ന വൈദ്യുതിക്ക് ചെലവാകുന്ന തുക എത്രയായാലും അതിനനുസരിച്ച് പരിധിയില്ലാതെ അധിക നിരക്ക് സർചാർജ് ചുമത്താൻ അവസരമൊരുക്കുന്നതാണ് പുതിയ ഉത്തരവ്. അതായത് അടുത്ത ഷോക്ക് വർദ്ധിക്കും, ഇന്ധന ചാർജ്, കറണ്ട് ചാർജ് കൂടും എന്ന വാർത്തയാണ് മനോരമ 1-ാം പേജിൽ നൽകുന്നത്. മനോരമയുടെ 9-ാം പേജിലേക്ക് പോയാൽ ക്രമീകരണങ്ങൾ എങ്ങനെ നടക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ SIR-നൊപ്പം ബൂത്ത് ക്രമീകരണവും തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടി തുടങ്ങി. ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ ജോലി ഭാരമാണ്. പുനഃക്രമീകരിക്കുന്ന 1175 വോട്ടർമാരിൽ കൂടുതലുള്ള ബൂത്തുകൾ പുനഃക്രമീകരിക്കുകയാണ്. SIR-ൻ്റെ ജോലികൾക്കൊപ്പം തന്നെയാണ് ഇതും നടക്കുന്നത്. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരെ മാറ്റി ക്രമീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങും. മരിച്ചവരെയും സ്ഥലം മാറിപ്പോയവരെയും സ്ഥലത്തില്ലാത്തവരെയും നീക്കിയുള്ള പട്ടികയിലെ വോട്ടർമാരെ എണ്ണത്തിനനുസരിച്ച് പുനർവിന്യസിക്കാനും ക്രമീകരിക്കാനുമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വാർത്ത. 9-ാമത്തെ പേജിൽ രസകരമായ മറ്റൊരു വാർത്തയുണ്ട്. നാട്ടിലോട്ട് എന്ന പങ്ക്തി. ഓരോ പത്രങ്ങളും ഓരോ പേരാണ് ഇട്ടിരിക്കുന്നത്. പ്രാദേശികമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നടക്കുന്ന സ്ഥാനാർത്ഥികളുടെയും മത്സരചിത്രത്തിൻ്റെയും ഒക്കെ കൗതുകകരമായ വാർത്ത ദിവസവും വരാറുണ്ട്. ഇന്ന് വന്ന ഒരു വാർത്ത, ഒരു ആംബുലൻസിൻ്റെ ചിത്രമുണ്ട്, രേഖാചിത്രം. അതിനൊപ്പം പത്രിക പിൻവലിക്കാൻ ആംബുലൻസിൽ യാത്ര. പത്രിക പിൻവലിക്കാൻ വിമത സ്ഥാനാർത്ഥിയും സംഘവും പോയത് ആംബുലൻസിൽ. കോഡൂർ പഞ്ചായത്തിലെ UDF-ലെ തർക്കമാണ് സിനിമയെ വെല്ലും വിധമുള്ള ഈ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ക്ലൈമാക്സോടെ അവസാനിച്ചത്. കാച്ചാടിപ്പറമ്പ് വാർഡിൽ കോൺഗ്രസിന് വിമതയായി മത്സരിക്കാൻ നോമിനേഷൻ നൽകിയ മുസ്ലിം ലീഗിലെ വനിതാ സ്ഥാനാർത്ഥിയും വാർഡ് ഭാരവാഹികളുമാണ് പെരിന്തൽമണ്ണയിലെ വരണാധികാരിയുടെ ഓഫീസിൽ ഇന്നലെ സമയം തീരുന്നതിന് മുമ്പ് അതിവേഗം ആംബുലൻസിലെത്തി പത്രിക പിൻവലിച്ചത് എന്ന മനോരമ വാർത്തയുടെ കൗതുകം ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. മനോരമയുടെ അവസാന പേജിൽ ഒരു വാർത്ത കൂടിയുണ്ട്. സ്പാം കോളുകളും മെസ്സേജുകളും. ബിസിനസ് പേജിലാണ്. ബ്ലോക്ക് ചെയ്താൽ പോരാ, റിപ്പോർട്ടും ചെയ്യണം. നമ്മളിങ്ങനെ വെറുതെ തിരക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കോളുകൾ, ബാങ്കിങ്, ലോൺ വേണോ എന്നൊക്കെ മറ്റിൽ വരുന്ന കോളുകളുണ്ടല്ലോ, അത്തരം കോളുകൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്താൽ പോരാ, റിപ്പോർട്ട് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ട്രായുടെ DND ആപ്പിൽ റിപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വർഷത്തിൽ ട്രായ് ഇത്തരത്തിൽ റദ്ദാക്കിയത് 21 ലക്ഷം നമ്പറുകളാണ്. അനാവശ്യ മെസ്സേജുകളും കോളുകളും വരുന്ന നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നതിന് പുറമെ ട്രായ് DND ആപ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഭ്യർത്ഥിക്കുന്നു എന്ന വാർത്ത മനോരമയിൽ വരുന്നു. ദേശാഭിമാനിയിൽ ഉറപ്പോടെ LDF എന്നാണ് 1-ാമത്തെ വാർത്ത തന്നെ. വോട്ടെടുപ്പിന് മുമ്പേ 15 വാർഡിൽ LDF ജയിച്ചു തുടങ്ങി എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇടതനുകൂലികൾ ഇന്നലെ മുതലേ ആഘോഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം സമയം തിങ്കളാഴ്ച കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ 15 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ അവർ 1-ാമതായി തന്നെ നൽകിയിരിക്കുന്നു. പ്രധാന പേജിൽ തന്നെ രാഹുലിൻ്റെ ക്രൂരതയ്ക്ക് കൂടുതൽ തെളിവ് എന്ന വാർത്തയുണ്ട്. ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട ആ വാർത്ത എല്ലാ ചാനലുകളും തന്നെ ഏറ്റെടുക്കുകയുണ്ടായി. ഇന്ന് പത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ അത് വന്നിരിക്കുന്നു. ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ മാത്രം ഇത് ചില പത്രങ്ങൾ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും കൂട്ടത്തിൽ പറയട്ടെ. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. യുവതിയുമായുള്ള രാഹുലിൻ്റെ ഫോൺ സംഭാഷണം, ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിച്ചു, എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്, ഭീഷണിപ്പെടുത്തിയത് എന്നതൊക്കെ അടക്കം വിശദമായ വാർത്തയാണ് ഇതിനൊപ്പം നൽകിയിരിക്കുന്നത്. സിറാജ് ഇന്ന് നമ്മൾ മുഖ്യപത്രങ്ങൾക്കൊപ്പം സിറാജ് മുഖ്യപത്രമല്ല എന്നല്ല പറയുന്നത്, പരിഗണിക്കേണ്ടതാണ്. കാര്യം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ലേഖനം. അതായത് SYS കേരള ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരത്തിൻ്റെ ലേഖനം ഇപ്പോൾ തന്നെ ചർച്ചയാണ്. അത് രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. മുസ്ലിങ്ങളെ രാഷ്ട്രവിരുദ്ധരായി മുദ്രകുത്താനും അവരെ അപരവൽക്കരിച്ച് പിന്നോട്ടടിക്കാനും കാരണമായ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ അത്
അങ്ങനെ എളുപ്പം ഉപേക്ഷിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുകയില്ല എന്നതും റഹ്മത്തുള്ള സഖാഫി ഇളമരം പറയുന്നു. താത്കാലിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നവർ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന പരിക്ക് പരിഹരിക്കാനാവാത്ത വിധം വലുതായിരിക്കും എന്ന മട്ടിലും ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ പ്രവർത്തകർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതും നിഷിദ്ധമാണ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ത്തിൻ്റെ ഒരു ചിത്രമടക്കമാണ് നൽകിയിരിക്കുന്നത്. പരാജയങ്ങളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ ഒതുങ്ങുന്നതായിരിക്കില്ല ജമാഅത്തെ ഇസ്ലാമി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പവും മതേതര രാഷ്ട്രീയവും ഒരേ പാത്രത്തിലിട്ട് വേവിക്കാനാവില്ല എന്ന ഒരു പ്രസ്താവനയോടെയാണ് ആ ലേഖനം അവസാനിക്കുന്നത്. വീക്ഷണത്തിലേക്ക് പോയാൽ പുതിയ കേരളം സൃഷ്ടിക്കും, വികസന ഫണ്ട് അവകാശമാക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ UDF പ്രകടന പത്രിക പുറത്തിറങ്ങിയ വാർത്തയാണ് വീക്ഷണത്തിൽ ഒന്നാമത്തെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രാദേശിക സർക്കാരുകളെ ശക്തിപ്പെടുത്തും, ബജറ്റിലെ പ്ലാൻ ഫണ്ട് മുഴുവനാക്കുകയും ലഭ്യമാക്കും എന്ന് തുടങ്ങി UDFൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എണ്ണിപ്പറയുന്നു വീക്ഷണം. ആ കൂട്ടത്തിൽ ആശാസമരത്തിൽ സജീവമായി കോൺഗ്രസ് ഇടപെട്ട സമയത്ത് 21,000 രൂപ ഓണറേറിയമാക്കുമെന്ന് പറഞ്ഞത് അതിലിടം പിടിച്ചിട്ടില്ല എന്നൊരു വിമർശനവും ഇതിനിടെ ആളുകൾ ഉയർത്തുന്നുണ്ട്. മാധ്യമത്തിൽ കളം വിടാതെ വിമതപ്പട, ഭീഷണിയും അനുനയവും വിഫലമായിരിക്കുന്നു. LDFനും UDFനും വിമത ഭീഷണി, പാർട്ടി നേതൃത്വങ്ങൾ ഭീഷണിയും സമ്മർദ്ദവും അനുനയവും അടക്കം പഠിച്ച പണിയും 18 പയറ്റി നോക്കിയിട്ടും ഒട്ടുമിക്ക വിമതരും തെരഞ്ഞെടുപ്പുകളും ഒഴിഞ്ഞില്ല. ഇതോടെ സിറ്റിംഗ് സീറ്റുകളടക്കം പലയിടത്തും എതിരാളികൾക്കൊപ്പം സ്വന്തം പാളയത്തിലുള്ളവരെയും അതിജീവിച്ച് വേണം ജയിച്ചു കയറാൻ ആളുകൾക്ക് എന്നുള്ള വാർത്ത കേരള കൗമുദി കൂടിയെടുത്താൽ ആധാറിൽ ആധാറിൽ ഇനി മുതൽ ഫോട്ടോയും QR കോഡും മാത്രം ഉണ്ടാവും. പുതിയ ആധാർ വരുന്നു. ഡിസംബർ മുതൽ ആധാറിൻ്റെ രൂപം പാടെ മാറും എന്ന തരത്തിൽ ആണ്. ഇനിയൊരു ഫോട്ടോയും QR കോഡും മാത്രമേ ആധാറിലുണ്ടാവൂ. ചെറുക്കാനും തളയ്ക്കാനും ആയുധങ്ങൾ, പോരാട്ട ചിത്രം തെളിഞ്ഞു എന്നതിനൊപ്പം 3 കാര്യങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും 3 വിഷയങ്ങളായിരിക്കും ചർച്ചയാവുക എന്ന് കേരള കൗമുദി പറയുന്നു. 1, വിശ്വാസികളുടെ നെഞ്ചു പൊള്ളിച്ച ശബരിമല സ്വർണ്ണ തട്ടിപ്പ്. 2, ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും സജീവമായിരിക്കുന്നു അത്. 3, കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് പോലും വാങ്ങിയെടുക്കാതെ രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാർ എന്ന ആരോപണം BJPക്കെതിരെ ഉയരും, അതടക്കം നേരിടേണ്ടി വരും എന്ന് പറയുന്നു. മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദബോംബെന്നാണ് മംഗളത്തിലെ വാർത്ത. ഒപ്പം ജന്മഭൂമിയിൽ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ കേരളത്തിൽ ഹൈന്ദവർ ഇല്ലാതാകും എന്ന് വെള്ളാപ്പള്ളി വീണ്ടും ഇന്നലെ ഒരു വിഷം തുപ്പുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും പ്രാധാന്യത്തോടെ ജന്മഭൂമിയിൽ അടിച്ചു വന്നിട്ടുണ്ട്. ഹൈന്ദവർ ഇല്ലാതാകും, ഹൈന്ദവർ ഒന്നിച്ചു നിൽക്കണം എന്ന മട്ടിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പതിവ് പല്ലവി ആവർത്തിക്കുകയാണ്. അയോധ്യയിൽ നിന്ന് ധ്വജാരോഹണമെന്നാണ് ജന്മഭൂമിയുടെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വാർത്ത. ആ ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണവും ന്യൂസ് മലയാളത്തിൽ ഉണ്ടാകും. സേതു.